ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ടത് എന്നാണ്. ഫോൺ നമ്പർ വെരിഫൈയിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്ററും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ വീഡിയോയ്ക്ക് കസ്റ്റം തമ്പനെയിൽ അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ കുറേ അധികം ഫീച്ചേഴ്സ് കിട്ടാനും നമ്മൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്തിരിക്കണം. തമ്പനെയിൽ ഇടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം നിർബന്ധമായിട്ടും എല്ലാവരും ഫോൺ നമ്പർ വെരിഫൈ ചെയ്തിരിക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ സെർച്ച് ബാർ എടുത്തിട്ട് അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാൻ ടൈപ്പ് ചെയ്യാണ് studio.youtube.com കഴിഞ്ഞിട്ട് /channel എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമ്മളെ ചാനലിൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത്. നമ്മളെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പണായി വരുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ചാനൽ. പക്ഷേ ഇതെൻ്റെ പഴയ ചാനലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾക്ക് ഏത് ചാനലിൻ്റെ ഫോൺ നമ്പറാണോ വെരിഫൈ ചെയ്യേണ്ടത് ആ ചാനൽ നമ്മൾ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ കാണാം. സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുൻപായിട്ട് എല്ലാവരും ഏറ്റവും മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി വെച്ചിരിക്കണം. നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ലോഡായി വരുവാണ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ അക്കൗണ്ട് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മളെ ഇമെയിൽ IDs വരും. നമ്മളിപ്പം ഏത് ഇമെയിൽ IDയിലുള്ള ചാനലിൻ്റെ നമ്പറാണോ വെരിഫൈ ചെയ്യേണ്ടത് ആ ഇമെയിൽ ID ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനൊരു ഇമെയിൽ ID ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പം നമ്മുടെ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ അക്കൗണ്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഇമെയിൽ IDയിലേക്ക് മാറി വരികയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വെൽക്കം എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ കാണാം ഒരു സെറ്റിങ്സ് ഓപ്ഷൻസ് കാണാം. ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡോളർ കറൻസി നമ്മൾ സെറ്റ് ചെയ്യണം. കറൻസി നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുക. ഇനി ഇവിടെ ജനറൽ ചാനൽ കാണാം. ഇവിടെ ചാനൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ ക്ലിക്ക് ചെയ്യുമ്പം 3 ഓപ്ഷൻസ് ഉണ്ട്. ബേസിക് ഇൻഫോ, അഡ്വാൻസ് സെറ്റിങ്സ്, ഫീച്ചർ എലിജിബിലിറ്റി. ഇതിനകത്ത് ഫീച്ചർ എലിജിബിലിറ്റി സെറ്റ് ചെയ്യുക. അതിന് മുന്നേ ബേസിക് ഇൻഫോയിൽ കൺട്രി കൊടുക്കുക. കൺട്രി ഇന്ത്യ കൊടുത്തു. ഇനി നമ്മുടെ ചാനലിനെ പറ്റി എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഫീച്ചർ എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൂന്ന് എലിജിബിലിറ്റീസ്. ഇതിനകത്ത് നമ്മൾ 3 എണ്ണവും ഇനേബിൾഡ് ആക്കിയിടണം. അതിനകത്ത് സ്റ്റാൻഡേർഡ് ഫീച്ചർ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും രണ്ടാമത്തത് ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളതിൽ താഴോട്ടുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അത് നമ്മളുടേത് ഇനേബിൾഡ് ആയിട്ടില്ല. ഇവിടെ കാണാം നമുക്ക് വീഡിയോസ് ലോങ്ങർ ദാൻ 15 minutes, കസ്റ്റം തംബ്നെയിൽസ്, ലൈവ് സ്ട്രീമിംഗ്, അപ്പീലിംഗ് കണ്ടൻറ് ID ക്ലെയിംസ്. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഫോൺ നമ്പർ വെരിഫൈ ഫോൺ നമ്പർ എന്ന് കാണാൻ പറ്റും. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ടാബ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അപ്പം ഇങ്ങനൊരു ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് 1 of 2 2 സ്റ്റെപ്പാണുള്ളത് വെറും. ഇപ്പം ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് വരേണ്ടത്, ടെക്സ്റ്റിലൂടെയാണോ അതോ കോൾ ആയിട്ടാണോ വരേണ്ടത് എന്ന് നമുക്കിവിടെ ഉണ്ട്. അപ്പം ഞാൻ ടെക്സ്റ്റിലാണ് കൊടുക്കുന്നത്. കൺട്രി ഇന്ത്യ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. ഏത് ഫോൺ നമ്പർ ആയിട്ടാണ് ചാനൽ ലിങ്ക് ചെയ്യേണ്ടത് ആ ഫോൺ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഒരു ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗെറ്റ് കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ നമ്പർ കുറേ ചാനലുമായിട്ട് ഓൾറെഡി അസോസിയേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്പർ മാറ്റാണ്. ഓക്കെ, ഞാൻ വേറൊരു നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോഡിൻ്റെ സെക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ 6 digit കോഡ് ടൈപ്പ് ചെയ്യണം. ചിലപ്പം അത് ഓട്ടോ ഫിൽ ആവും. കുറച്ച് സമയം എടുക്കുള്ളൂ. നേരത്തെ അടിച്ച നമ്പറിലും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വരുമോ നോക്കാം നമുക്ക്. ഒരു മെസ്സേജ് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോഡ് വന്നിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്യുകയാണ് ഞാൻ. ഇവിടേക്ക് കോപ്പി ചെയ്തു, സബ്മിറ്റ് ചെയ്തു. ഇപ്പം ഫോൺ നമ്പർ വെരിഫൈഡ്, കൺഗ്രാജുലേഷൻ, യുവർ ഫോൺ ഈസ് നൗ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ. ഇനി നമ്മൾ ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഫീച്ചർ എലിജിബിലിറ്റി സ്ഥലത്ത് ആ ഫോൺ നമ്പർ എനേബിൾഡ് ആയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇത്ര ചെറിയ സ്റ്റെപ്സേ ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ട് 15 മിനിറ്റിൽ കൂടുതൽ നീളമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റം തംബ്നെയിൽസ് ഇടാൻ പറ്റില്ല. ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റില്ല. ID ക്ലെയിംസിന് അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഇത്രയും ചെറിയ സ്റ്റെപ്സ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ എല്ലാ ചാനൽ ക്രിയേറ്റേഴ്സും നിർബന്ധമായിട്ടും ഈ സ്റ്റെപ്സ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ ഗ്രോത്ത് കിട്ടില്ല. നമ്മൾ
നമ്മുടെ ചാനൽ വഴി നമുക്ക് സമ്പാദിക്കാൻ കഴിയില്ല. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ കാണുന്നതായിരിക്കും. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.